ഇന്ന് ജീവനിൽ നമ്മോടൊപ്പമുള്ളത് ആലപ്പുഴയുടെ ജനനായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആലപ്പുഴയിൽ നിന്ന് ഒരു തവണ MP ആയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ നിന്ന് 3 തവണ MLA ആയ മികച്ച MLAയ്ക്കുള്ള അവാർഡ് നേടിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ അഡ്വക്കേറ്റ് AM ആരിഫാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച വിശേഷണങ്ങൾ തന്നെ, പക്ഷേ ഇപ്പോൾ MLAയോ MPയോ എന്നുള്ള വിശേഷണങ്ങളൊന്നുമില്ല. ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ പറിച്ചു മാറ്റി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ആലപ്പുഴയിൽ നിൽക്കുകയാണെങ്കിൽ അരൂർ എന്നല്ല, ആലപ്പുഴയിൽ എവിടെ നിന്നാലും ജയിക്കുമായിരുന്ന ഒരു വ്യക്തിത്വം, ആലപ്പുഴക്കാരുടെ പ്രിയങ്കരൻ. അദ്ദേഹം ആലുവയിലേക്ക് ഇത്തവണ മാറി. അവിടെ നിന്ന് അൻവർ സാദത്തിനോട് പരാജയപ്പെട്ടു. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് കവിയാണ്, പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്. അങ്ങനെ നിയമസഭാ സാമാജികൻ അല്ലാതെ മറ്റ് ധാരാളം വിശേഷണങ്ങളുണ്ട്. എല്ലാം നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ജീവനിലൂടെ ജനങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നാണ് ആലപ്പുഴയിൽ സീറ്റ് കിട്ടും എന്നുള്ളത്. LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ പക്ഷേ എല്ലാം മാറി മറിഞ്ഞു. ആലുവയിലേക്ക് ഒരു പറിച്ചു നടലുണ്ടായി. ആദ്യമായിട്ടായിരിക്കാം. ആലുവയിലേക്ക് പോയപ്പോൾ ഒരു തോൽവി സമ്മതിക്കേണ്ടിയും വന്നു. പക്ഷേ പ്രത്യക്ഷത്തിലല്ലെങ്കിലും വോട്ടിൻ്റെ എണ്ണം LDFന് അവിടെ കൂടി. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു ചുവടുമാറ്റം ആലുവയിലേക്ക് വന്നത്? അത് താങ്കൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ, അതോ LDFൻ്റെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ? എന്താണ് മനസ്സിൽ തോന്നുന്നത്? അല്ല, അരൂരിൽ മത്സരിച്ചപ്പോൾ 3 തവണ മത്സരിച്ചു. മൂന്നാമത്തെ തവണ എനിക്ക് 38,580 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച സ്ഥലമാണ് അരൂർ. എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധം, വ്യക്തിബന്ധം, സൗഹൃദം എല്ലാം കൊണ്ടും അരൂർ എനിക്ക് വീണ്ടും ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തു. നിലവിലെ സിറ്റിംഗ് MLAമാരെ എല്ലാവരെയും മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലൊരു നയപരമായ തീരുമാനമാണ്. ഒരിടത്ത് മാത്രമേ മാറ്റം വന്നുള്ളൂ, പൊന്നാനിയിൽ മാത്രം. ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MLAമാർ തുടരുക. അതുകൊണ്ട് ദലീമ തുടർന്നു. അതെ, അത് 2016 മുതൽ 2021 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം 5 വർഷക്കാലം നടത്തിയത് സിറ്റിംഗ് MLAമാരാണ്. അപ്പോൾ അവരിലൂടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങൾ സ്വീകരിക്കപ്പെടുമെന്ന ഒരു കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനമെടുത്തത്. അതുകൊണ്ട് അരൂരിൽ മത്സരിക്കാൻ പറ്റാൻ പറ്റില്ലല്ലോ. ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും ഞാനിവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചേർത്തല തെരഞ്ഞെടുപ്പ് നിയോജക മണ്ഡല സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് ആലുവയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം പാർട്ടി എറണാകുളം DC വഴി വരുന്നത്. എറണാകുളം ജില്ലാ സെക്രട്ടറിയും മറ്റ് അവിടുത്തെ ചാർജുകാരായിട്ടുള്ള സഖാക്കളും ഇങ്ങനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ആലുവയിൽ മത്സരിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ ആലുവ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കളും പരിചയക്കാരും കുടുംബക്കാരും ബന്ധുമിത്രാദികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആലുവയിൽ മത്സരിച്ചാൽ അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള അൻവർ സാദത്ത് എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ജില്ല മാറി ഒന്ന് മത്സരിക്കുമ്പോൾ എന്തായിരിക്കുമെന്ന് എനിക്ക് വിധിയെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. പൊതുവേ അൻവർ സാദത്ത് ആലുവ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. 5-ാം ഊഴമാണ് അദ്ദേഹത്തിന്. അല്ല, അദ്ദേഹത്തിന് 3 കഴിഞ്ഞ് 4-ാം ഊഴമാണ്. പക്ഷേ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് അലി 6-7 തവണ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ്, നമ്മളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പെർഫോം ചെയ്താൽ ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റം ട്രെൻഡ് അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു വന്നാലോ എന്ന് കണക്കാക്കി
ആ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പിന്നെ അങ്ങനെ അത് അംഗീകരിക്കാനുള്ളൊരു കാരണം എനിക്ക് ഈ ഒരു അഭിമുഖത്തിലൂടെ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഉള്ളടക്കത്തിലുണ്ട്. കാരണം ഞാൻ താമസിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലം, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ജി സുധാകരൻ്റെ കടന്നുവരവ്, അവിടെയുള്ള പ്രശ്നങ്ങൾ, അരൂര് ഞാൻ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ചില പ്രതികൂല ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് ഞാൻ നോക്കിയപ്പോൾ ആലപ്പുഴയിൽ ഇവിടെ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഭാഗമായി ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും സംവാദങ്ങളും പ്രശ്നങ്ങളിലെല്ലാം ഞാനൊരു കക്ഷിയായി വന്നാലോ എന്നും കൂടി ഇങ്ങനെ മനസ്സുകൊണ്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മണ്ഡലമാറ്റത്തിൻ്റെ നിർദ്ദേശം വന്നത്. അപ്പോൾ ജയസാധ്യത ഞാൻ വലിയ ഇതിനോടുകൂടിയൊന്നും കണ്ടുകൊണ്ടല്ല. ആക്ച്വലി എന്താ പറയുക, വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കിട്ടിയ അവസരം അങ്ങനെയാണ് കണ്ടത്. അവിടെ പോയി ചിലപ്പോൾ അത്ഭുതങ്ങൾ വരികയും ഒരു കാറ്റ് അനുകൂലമായി വരികയും കൂടി ചെയ്താൽ ചിലപ്പോൾ ജയിച്ചാലോ എന്നുകൂടി ആണ് ആ നിർദ്ദേശം അംഗീകരിക്കുന്നത്. മൂന്നാം ഊഴം പിണറായി സർക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണോ ഒരു ചുവടുമാറ്റം വരുമ്പോൾ ആലുവയിൽ നിന്ന് എന്തായാലും ജയിച്ചോളും എന്ന് വിചാരിച്ചോ എന്നുകൂടി കരുതാനുള്ള കാരണം അതാണ്. ഇത്ര നെഗറ്റീവായിട്ടുള്ള ഒരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള വിവരം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ബോധ്യമാകുന്നത്. അതൊരു പക്ഷേ എന്താ പറയുക, ഒരാഴത്തിലുള്ള ഒരു പഠനം നടത്തുന്ന കാര്യത്തിൽ ഞാനടക്കമുള്ളവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. കാര്യം മൈൻഡ് സെറ്റ് ആളുകളുടെ മാറുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെത് തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞാൽ ഒരു തവണ LDF ഒരു തവണ UDF ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ വിപരീതമായി 2021 വീണ്ടും തുടർഭരണം കിട്ടി. അത് കേരളക്കാർക്ക് തീരെ നല്ല വശമില്ലാത്തൊരു കാര്യം കിട്ടിയതാണ്. അത് കിട്ടിയതാണെങ്കിലോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ, അതായത് 90-ൽ നിന്നും 99 വന്നു. പക്ഷേ ഈ 2 തവണ തുടർച്ചയായി ഒരു കൂട്ടരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേരളത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകാത്ത ഒരു കാര്യമാണ്. ഒരു തവണ തന്നെ കൂടുതൽ കൊടുക്കാത്ത കേരളീയർ 2 തവണ കൊടുത്തു. അപ്പോഴേക്കും കേരളത്തിൻ്റെ മൈൻഡ് സെറ്റിലൊരു വലിയ നേരത്തെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു തവണ LDF ഒരു UDF 10 കൊല്ലമായപ്പോഴത്തേക്ക് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റത്തിന് നിദാനമായ പല കാര്യങ്ങളുണ്ടാവാം. ആ കാര്യകാരണങ്ങളെല്ലാം ഇപ്പോൾ പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ അങ്ങനെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. അതായത് ഭരണം വിരുദ്ധം എന്ന് പറയുന്നു കഴിഞ്ഞാൽ ജനങ്ങളിൽ ഒരു സമരം പോലും ചെയ്യാതെ, ഒരു ആവശ്യം പോലും ഉന്നയിക്കാതെ അടിസ്ഥാന പ്രശ്നങ്ങളിലെല്ലാം LDF സർക്കാർ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. അതിൽ മനുഷ്യൻ്റെ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകുക, പട്ടിണി കിടക്കാത്തൊരു നാടുണ്ടാവുക എന്ന കൺസെപ്റ്റിൽ ആ ഗവൺമെൻറ് ചെയ്തു. 2, എല്ലാവർക്കും വീടുണ്ടാവുക. ആ ലക്ഷ്യത്തിൽ കുറേയധികം 5 ലക്ഷത്തിലോ 6 ലക്ഷത്തോളം വീടുകളുണ്ടാവുക. എല്ലാവർക്കും ആരോഗ്യമുണ്ടാകാൻ വേണ്ടി ആശുപത്രികളെല്ലാം മെച്ചപ്പെടുത്തുക. സ്വകാര്യ ആശുപത്രിയോട് മത്സരിക്കാവുന്ന നിലയിലേക്ക് സർക്കാർ ആശുപത്രികളുടെ സേവനങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കുട്ടികൾക്കെല്ലാം നല്ല സ്കൂളുകളുണ്ടാവുക, നല്ല വിദ്യാഭ്യാസം അത് വന്നു. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞാൽ ജോലി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും 3 ലക്ഷം പേർക്ക് PSC മുഖേന ജോലി കൊടുത്തു. തൊഴിൽ സംരംഭങ്ങളുണ്ടാക്കി. പിന്നെ നോക്കിയാൽ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ആളുകൾക്ക് 62 ലക്ഷം പേർക്കാണ് 2000 രൂപ വെച്ച് പെൻഷൻ കൊടുത്തത്. പിന്നെയാണ് അവസാന കാലമായെങ്കിൽ പോലും സ്ത്രീകളിൽ ഒരു 33 ലക്ഷം പേർക്ക് 1000 രൂപ വെച്ചുള്ള ധനസഹായം, വിദ്യാർത്ഥികൾക്ക് സഹായം, ഇങ്ങനെയുള്ള സാമൂഹ്യ സുരക്ഷാ നടപടികൾ. പിന്നെ പശ്ചാത്തല വികസനത്തിൽ അത്ഭുതകരമായ പാലങ്ങൾ, റോഡുകൾ, ഹൈവേ, മറ്റു തുടങ്ങിയിട്ടുള്ള പിന്നെ ദേശീയ ജലപാത, പിന്നെ വിഴിഞ്ഞം പോർട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. അപ്പോൾ അടിസ്ഥാനപരമായി കാര്യങ്ങളിലെല്ലാം പിന്നെ എല്ലാവർക്കും വെള്ളം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും പിന്നെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഒരു നാട് എന്നിങ്ങനെയുള്ള 10 രംഗങ്ങളിൽ നീതി ആയോഗ് പോലും, ഇന്ത്യ സർക്കാരിൻ്റെ നീതി ആയോഗ് പോലും 1ാം സ്ഥാനം നൽകിയത് LDF ഗവൺമെൻറ്റിനാണ്.
അപ്പോൾ ആ ഒരു ഇത് സ്വീകരിക്കപ്പെടും, ജനങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന് കണക്കൂട്ടിയവരുടെ കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ആന്തരികമായി നമ്മൾ ആ കൂട്ടിയ കണക്കിനൊക്കെ അപ്പുറമായ മറ്റ് പല ഘടകങ്ങളും പ്രതിഫലിച്ചു. ഇപ്പോൾ താങ്കൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും മറ്റും എല്ലാം നൽകിയെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷ എല്ലാം നൽകിയ ആശാ വർക്കർമാർ, ഒപ്പം തന്നെ നഴ്സുമാർ, അവരുടെയൊക്കെ സമരം സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ അത്രത്തോളം ഒരു സമരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായോ? അതുണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള പല നിഗമനങ്ങൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവർ മാത്രമല്ല, വലതുപക്ഷത്ത് നിൽക്കുന്നവരും അവരുടെ പ്രേരണയാലുമൊക്കെ ധാരാളം സമരങ്ങൾ ഉയർന്നു വരും. ആ വരുന്ന സമരങ്ങളെ നമ്മൾ ഒരു ലെഫ്റ്റ് പാർട്ടി എപ്പോഴും സമരങ്ങളെ കാണേണ്ടത് അത് പ്രതിലോമപരമായിട്ടായാലും വിപ്ലവകരമായിട്ടായാലും സമരങ്ങളുടെ അണിനിരന്നിട്ടുള്ള ജനവിഭാഗമാരാണ്. ആ ജനവിഭാഗം സാധാരണക്കാരാണ്, മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ശരിയായ നിലയിലോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നിലയിലോ സമരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമരത്തെ കുറച്ചുകൂടി സഹിഷ്ണുതയോടുകൂടി കാണേണ്ടതായിരുന്നു എന്നുള്ള നിലയിലേക്കുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നമ്മൾ അന്ന് അതിനെ ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലയിരുത്തി പോയെങ്കിലും ഇന്നിപ്പോൾ ആ പരാജയത്തിൽ നിന്ന് പഠിച്ച ഒരു പ്രധാനപ്പെട്ട പാഠം നമ്മുടെ സമരങ്ങളെ സഹിഷ്ണുതയോടെ കാണാം. വേണ്ട രീതിയിലല്ല സമരങ്ങളെ നമ്മൾ കാണേണ്ട രീതിയിലായിരുന്നോ എന്നുള്ള സംശയം സാധാരണ സഖാക്കൾക്കും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യം കൂടി ഞാൻ തുറന്നു പറയുകയാണ്. പരാജയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് LDF. മറ്റൊരു പരാജയത്തിൻ്റെ കാരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി മൂന്നാം ഊഴവും വോട്ട് ചോദിക്കുമ്പോൾ വളരെയധികം ദയനീയ പരാജയം നേരിടുമെന്ന് പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം ED റെയ്ഡ് വരെ വരുന്നു, EDയെ തല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള പിന്നെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്നു. അത് ജനങ്ങൾ, അത് അണികൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ, LDFിൽ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടോ, അതോ അദ്ദേഹം മാത്രം ആഗ്രഹിച്ചാണോ എന്ന് അതൊക്കെ വേറെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴും അതൊരു മാറ്റം വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ഒറ്റയാൾ പ്രശ്നം അല്ലേ ഇങ്ങനെ ഒരു ഘട്ടത്തിലെത്തിച്ചത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, കടക്കൂപ്പുറത്ത് മാധ്യമങ്ങളോടുള്ള സമീപനം, ഇപ്പോൾ അതൊക്കെ വീട്ടിൽ പോയി ചോദിക്കുക, ഇതെല്ലാം പാർട്ടി മാറി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? അല്ല, അങ്ങനെ ഞാൻ കാണേണ്ടത് ഇപ്പം നമ്മുടെ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് സ്വഭാവ സവിശേഷതകളും സംസാര ശൈലികളും എല്ലാം മനുഷ്യർക്കിടയിലുണ്ട്. നമ്മൾ കാണേണ്ടത് ഈ രണ്ട് വിജയങ്ങളും ഉണ്ടായത്, രണ്ടാമത്തെ വിജയം ഉണ്ടായത് ആ ഒന്നാം വിജയത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടത്തിൻ്റെ കൂടി കണക്കിലെടുത്താണ്. അതിനെ നയിച്ച ഒരാളെന്ന നിലയിലാണ് സഖാവ് പിണറായി വിജയന് രണ്ടാം തവണ ഒരു ഇളവോടുകൂടി, അതായത് എക്സംഷൻ, അദ്ദേഹത്തിന് വീണ്ടും അവസരം രണ്ടാം ഊഴം. ആ രണ്ടാം ഊഴത്തിലാണ് ഈ പറഞ്ഞ ഭരണ നേട്ടങ്ങളെല്ലാം അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതെല്ലാം ക്യാപ്റ്റൻ എന്ന് ഞങ്ങളൊക്കെ ജനമാകെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാലം മാറിയത് അദ്ദേഹത്തിൻ്റെ ഒരു നേതൃവൈഭവം തന്നെയാണ്. അതിലൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇത്രയും ഭാവനാസമ്പന്നനായ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലെ കുറേ നെഗറ്റീവ്സാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. അതായത് അദ്ദേഹത്തെയാണല്ലോ ഇടതുപക്ഷം ഒരു നേതൃസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഉള്ള കോൺഗ്രസും BJPയും ഈ ആരെയാണോ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് അയാളെ അറ്റാക്ക് ചെയ്യുക. അതായത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊരു ഭാഷ ഉപയോഗിച്ചാൽ പാമ്പിനെ കൊല്ലണമെങ്കിൽ അതിൻ്റെ തലയ്ക്കടിച്ച് തന്നെ കൊല്ലണം. അപ്പം തലയ്ക്ക് തന്നെ അടിക്കുക എന്ന ലക്ഷ്യം വെച്ച് അവരുടെ മുഴുവൻ ക്യാമ്പയിനുകളും അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പാർട്ടിയും ഇടതുപക്ഷവും വേണ്ടത്ര നിലയിലേക്ക് ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല. ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിലെ ചില പ്രയോഗങ്ങളെ സംബന്ധിച്ചാണ്. എന്നാൽ അതിലൊക്കെ എത്രയോ ഭീകരമായ നിലയിലാണ് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ VD സതീശനെ കുറിച്ച് നമ്മുടെ
എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കിടക്കുകയല്ലേ. അദ്ദേഹത്തെക്കുറിച്ചൊരു സ്ത്രീ ഉന്നയിക്കുന്ന ആക്ഷേപം, ലൈംഗികമായ ആക്ഷേപം, എത്ര വൃത്തികെട്ട ആക്ഷേപമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലെല്ലാം ആളുകൾ എടുത്തു വെച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ ഒരാൾ വളരെ അസഭ്യം പറഞ്ഞു. ആ അസഭ്യം പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അദ്ദേഹം നൽകിയ മറുപടി വളരെ വൾഗറായിട്ടുള്ളൊരു മറുപടിയാണ്. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഈ അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി ഒരു ശാരീരിക വൈകല്യമുള്ളൊരു സ്ത്രീ വരുമ്പോൾ അദ്ദേഹം പുറംകാല് കൊണ്ട് തട്ടി മാറ്റിയിട്ട് പോകുന്ന ഇതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു ജാഥ ആലപ്പുഴയിൽ സമാപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് KS സുധാകരൻ മൈക്കെല്ലാം ഓൺ ചെയ്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബോധന ചെയ്തത് നമ്മളെല്ലാം കേട്ടല്ലോ. ആ കേട്ടതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, അദ്ദേഹം നിങ്ങളെ ഇങ്ങനെയാണല്ലോ സംബോധന ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അതെന്തിരിക്കുന്നു, ഞങ്ങളൊക്കെ തമ്മിൽ പരസ്പരം പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പലതും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മ്ലേച്ഛമായ സംസ്കാരമാണ് ആ പാർട്ടിക്കകത്ത് ആകെ നിലനിൽക്കുന്നതെന്ന്. പക്ഷേ ആരെങ്കിലും ഇത് പറയുകയോ ഇത് പ്രചരിപ്പിക്കുകയോ ഇതിനെ യഥാർത്ഥത്തിൽ അതാ ഞാൻ പറഞ്ഞത്, പാമ്പിനെ കൊല്ലാൻ അവർ തലയ്ക്ക് തന്നെ അടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരം അദ്ദേഹം വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടാത്തതോ അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളതുമായ കാര്യങ്ങളോ വസ്തുതാപരമായി ഇങ്ങനെ അദ്ദേഹം പോലും നിഷേധിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ വന്നിട്ട് അതിനെ എവിടെയെങ്കിലും ഇടതുപക്ഷം വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചോ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടായില്ല. അപ്പം അതെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ മീഡിയാസിൻ്റെയും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും തെരഞ്ഞെടുപ്പ് എൻജിനീയറിങ്ങിൻ്റെയും എല്ലാം കൂടി അവർ നടത്തിയ ഒരു വലിയ ക്യാമ്പയിൻ. കാര്യം സകല മീഡിയകൾ, ആ മീഡിയകളെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള സമീപനങ്ങൾ വേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ മീഡിയ ഒരു പക്ഷമായിരുന്നു, ഒരു റോൾ ഇതിനകത്ത് ഇടതുപക്ഷ വിരുദ്ധമായ എല്ലാ മീഡിയകളും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ടാണ്. ചുവന്ന നക്ഷത്രം ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും, അത്രയും പ്രായം കണക്കിലെടുക്കാതെ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും, അതേ പ്രായമുള്ള, അത്രയും ഇല്ലെങ്കിലും സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, ഒരു ആലപ്പുഴക്കാരുടെ മനസ്സറിഞ്ഞ നേതാവാണ് താങ്കൾ. അപ്പോൾ സുധാകരനെ പോലെയുള്ളവരുടെ സങ്കടങ്ങൾ, അത് ഈ ആലപ്പുഴയ്ക്കുണ്ടായ വിഷമങ്ങൾ, ആ സമയത്താണ് താങ്കളെ പോലുള്ള ആൾ ഇവിടെ നിന്ന് ആലുവയിലേക്ക് മാറുന്നത്. അതൊക്കെ എത്രമാത്രം സുധാകരനടക്കം ഇപ്പോൾ ജയിച്ച് വൻ ഭൂരിപക്ഷത്തോടെ ഇവിടെ നിന്ന് ജയിക്കുമ്പോൾ എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത്? അല്ല, സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം, വളരെ വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റേതായ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളും എനിക്കുണ്ട്. പക്ഷെ പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം നിൽക്കുമ്പോൾ ആ വിമർശനങ്ങളെ നമ്മൾ സ്വയം സഹിക്കുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് സമരസപ്പെട്ടു പോകും. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാകും. പക്ഷെ പാർട്ടിയുടെ ഭാഗമല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കുന്നല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ കണ്ടേക്കാം. ഒരു വിമതനായി മത്സരിക്കേണ്ട ആളല്ല ഇത്രയും പാരമ്പര്യമുള്ള ഈ ഒരു പാർട്ടിക്ക്. അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ കാണാം. പക്ഷെ ആ ന്യായങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തെ വളരെ സ്നേഹിച്ചിരുന്ന, അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന, അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം സഹിച്ചിരുന്ന ഒരു സമൂഹം പാർട്ടി പ്രവർത്തകരോടുണ്ട്. അവർക്ക് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തത്. ആ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി ചിലപ്പോൾ ഗുണം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ
ആ ഗുണങ്ങൾ. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം വിമതനായി മത്സരിച്ചില്ല എങ്കിൽ ഇതുപോലെ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അല്ലാതെ പാർട്ടിയിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി പഞ്ചപുച്ഛം അടക്കി പിന്നെ അങ്ങോട്ട് ഇല്ലാതാവുന്ന ഒരു ആളായി മാറില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും ഒക്കെ ചെയ്തതുപോലെ അവരെല്ലാവരും പാർട്ടിയിൽ വിമതരൊക്കെ മത്സരിച്ച് വിജയിച്ചു. ഇതെല്ലാം പാർട്ടിക്ക് ഒരു പാഠമാണ് നൽകുന്നത്. ഇവരെല്ലാം ചേർത്ത് നിർത്തേണ്ടതാണ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊരു അനുഭവങ്ങൾ ഓരോന്നും വലിയ പാഠങ്ങൾ. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായാലും പരാജയമായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയവും പാഠങ്ങളാണ്, പരാജയങ്ങളും പാഠങ്ങളാണ്. വിജയത്തിലേക്ക് നയിച്ചപ്പോൾ പോലും വിജയിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നമ്മൾ പോവുകയല്ല വേണ്ടത്. ഓരോ വിജയത്തിന് സഹായകമായ ഘടകങ്ങൾ എങ്ങനെ അടുത്ത വിജയത്തിന് സഹായകരമായി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് പഠിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പഠിക്കുകയും പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും. ഇപ്പോൾ അവർ 10 കൊല്ലം കാത്തിരുന്നില്ലേ? UDF 10 കൊല്ലം കാത്തിരുന്നല്ലോ. അത്രയൊന്നും കാത്തിരിക്കേണ്ടി വരത്തില്ല എന്നാണ് ഇപ്പോഴത്തെ തുടക്കം കണ്ടപ്പോഴേ തന്നെ തോന്നുന്നത്. എന്തായാലും പോട്ടെ, ഞാൻ അതിൻ്റെ മധുവിധ കഴിയുന്നതിന് മുമ്പ് തന്നെ അത്രയും കാലമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ കേരളത്തിൽ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രശസ്തനായ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഹോച്ചിമിൻ, വിയറ്റ്നാമിൻ്റെ രക്ഷകനായ ഹോച്ചിമിൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് നേതാവിൻ്റെ അണികളുടെ പിന്നാലെ നടക്കുന്നതല്ല നേതൃത്വം. അങ്ങനെ നടക്കുന്ന നേതൃത്വത്തിന് അദ്ദേഹം ഇട്ടൊരു പേര് വാലിൽ തൂങ്ങിയ നേതൃത്വമാണ്. നേതൃത്വത്തിന് പിന്നാലെ അണികളെ കൊണ്ടുവരാൻ കഴിയണം. ഈ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് വെച്ചിട്ടുള്ള തെറ്റായ ധാരണകളെ അവിടെ നിൽക്കുമ്പോൾ അതിന് പിൻബലം നൽകലല്ല നമ്മുടെ ജോലി. ആ ധാരണകളെ തിരുത്താൻ കഴിയത്തക്ക രൂപത്തിലേക്ക് പ്രസ്ഥാനവും നേതൃത്വവും മാറുകയാണ്. അതിൽ പിണറായി വിജയൻ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതിപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ ED അതുപോലെ ഞാൻ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഞാൻ പാർലമെൻറ്റിലുണ്ടായിരുന്നപ്പോൾ ഒരു ഡെഫിനേഷൻ കൊടുത്തിരുന്നു. അതിപ്പോൾ പലരും അത് ആവർത്തിക്കാൻ തുടങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇലക്ഷൻ ഡ്യൂട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജോലി. ഇലക്ഷൻ ഡ്യൂട്ടി. ED എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നല്ല, പകരം ഇലക്ഷൻ ഡ്യൂട്ടി എന്നായി മാറിയിട്ടുണ്ട്. അത് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഇങ്ങനെ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു, നിരപരാധികളായ ആളുകളെ വർഷങ്ങളോളം തടങ്കലിൽ പാർപ്പിച്ചതിന് ശേഷം കുറ്റവാളികളല്ലാത്ത ആളുകളെ പിന്നീട് അവർ കുറ്റവാളികളല്ലെന്ന് കണ്ടെത്തുമ്പോൾ അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് ആര് മറുപടി പറയുന്നു? EDയോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ED എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ച്, ED മാത്രമല്ല CBI, കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ മാറ്റം, അതായത് വാഷിംഗ് പൗഡർ നിർമ്മ എന്ന് പറയുന്ന പോലെ ED പിടിച്ച് കേസെടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച ആളുകൾ, അയ്യോ എൻ്റെ സമ്പാദ്യം മുഴുവൻ തിരിച്ച് തന്നാൽ മതി, ഞാൻ നിങ്ങൾ പറയുന്ന പാർട്ടിയിൽ ചേർന്നേക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആൾ രാഷ്ട്രീയം മാറുന്നതാണ് ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്നത്. അങ്ങനെ ആ അളവുകോല് വെച്ച് എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് കോടതികളുടെ പരാമർശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന സമയത്തല്ലേ അജിത് പവാർ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിന് 70,000 കോടി രൂപയുടെ കേസ് ഒറ്റ ദിവസം കൊണ്ടല്ലേ മാറുന്നത് അദ്ദേഹം. അപ്പം അങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അതിനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ സഖാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ കണക്ട് ചെയ്തുകൊണ്ട് നേരെ പിണറായിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. പിണറായിയെ പിടിക്കാൻ വേണ്ടി മകളുടെ ഇപ്പോൾ പിന്നെ അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കുക മാത്രമല്ല അവരെ കുറ്റവാളിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുന്നൊരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയോ വലിയ ജോലിക്ക് ഏതെങ്കിലും താൽക്കാലിക ജോലികൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഗതികിട്ടാ നിലയിൽ നടന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന വാചകം എന്താ? അവരും നന്നാവൂല, അവരവരുടെ മക്കളെയും പഠിപ്പിക്കത്തില്ല, നന്നാക്കൂല, എവിടെയെങ്കിലും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. അവരും രക്ഷപ്പെടത്തില്ല, അവരുടെ കുടുംബത്തിന് രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. പാർട്ടിക്കാരുടെ മക്കൾ ആരെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് സ്വയം സംരംഭകരാകുകയോ എവിടെയെങ്കിലും നല്ല ജോലിയൊക്കെ മേടിച്ച് നല്ല നിലയിൽ രക്ഷപ്പെട്ടു പോയാൽ ഉടനെ പറയും
കണ്ടോ, സമൂഹത്തിലും ഒരുപാട് പേര് ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മക്കൾ മാത്രം കണ്ടോ, നേതാക്കന്മാരുടെ മക്കൾ. അതായത് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്ന പോലെ വലതുകാലി വെച്ച് കയറിയാൽ പറയും ഇവിടെ പൊറുക്കാൻ വന്നതാണെന്ന് പറയും, ഇടതുകാലി വെച്ച് കയറിയാൽ ഉടനെ പറയും ഇവിടെ നശിപ്പിക്കാൻ വന്നതാണ്. അത് പറയുമ്പോൾ അപ്പോൾ നേരത്തെ ജ്യോതി ബാസുവിൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു, അദ്ദേഹം ബിസിനസ് ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ജ്യോതി ബാസുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെ ആകുന്നതിൽ യഥാർത്ഥത്തിൽ നമ്മളല്ല വീണ വിജയൻ ഒരു സ്വയം സംരംഭക എന്ന നിലയിൽ ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനവും പിന്നെ മറ്റേ ഇവിടുത്തെ CMRലുമായിട്ട് ഉള്ള ഒരു എഗ്രിമെൻറ്റിൽ, കർത്തയുടെ സ്ഥാപനമായിട്ട് എഗ്രിമെൻറ്റിൽ അവർക്ക് വേണ്ട ഇലക്ട്രോണിക് സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളെ സാധാരണ എല്ലായിടത്തും ഉള്ള AMC ആനുവൽ മെയിൻ്റനൻസ് ഒരു ഇത് സംവിധാനം എല്ലായിടത്തും ഉള്ളതാണ്. 2019 20 ലോക്സഭാ സീറ്റിലും 19 എണ്ണത്തിലും UDF വിജയിച്ചപ്പോൾ ആകെ ഒരേ ഒരു MP ആണ് നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയത്. അത് ശ്രീ ആരിഫ് MP ആയിരുന്നു, ആലപ്പുഴയിൽ നിന്ന്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പറിച്ച് മാറ്റി വയ്ക്കൽ നടന്നത്. ഒരു പക്ഷേ ഈ ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ചെങ്കിലും ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരു വിജയം പാർട്ടിക്ക് കുറച്ചും കൂടി ആലപ്പുഴയിൽ ഉണ്ടാക്കാനാകുമെന്ന് കരുതുന്നില്ലേ? അല്ല, അതിൽ ഇപ്പോൾ എത്രത്തോളം എൻ്റെ സംഭാവനകൾ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി എത്രത്തോളം മാറ്റങ്ങൾ മൊത്തത്തിലുണ്ടാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കിപ്പോൾ അവകാശപ്പെടാൻ കഴിയും. ആലപ്പുഴയിൽ ഇത്ര പരാജയം, കാരണം സുധാകരൻ കൂടി ഇഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കളെ പോലുള്ളവർ ഇവിടെ നിൽക്കുമ്പോൾ പാർട്ടിക്ക് അത് ഗുണം ചെയ്യുകയല്ലേ ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി ഇവിടെ നിന്നാൽ അതിൻ്റെതായ ഗുണം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ മത്സരിക്കാൻ പോയപ്പോൾ ഒരു ഗുണമുണ്ടായി. അതായത് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഈ വലിയ തരംഗത്തിൽ പോലും ആലുവയും കൊച്ചിയും മാത്രമാണ് LDFൻ്റെ വോട്ട് ചോരാതെയുള്ള എറണാകുളം ജില്ലയിലെ 2 സ്ഥലങ്ങൾ. 21 ദിവസം കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ആലുവയിൽ ഉണ്ടാക്കി. 21 ദിവസം ക്യാമ്പയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയുള്ളൂ. കാരണം LDF വളരെ പെട്ടെന്നാണല്ലോ ഇതെല്ലാം തീരുമാനിച്ചത്. 21 ദിവസമാണ് എനിക്ക് ആകെ കിട്ടിയത്. ആ 21 ദിവസം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്ത് പെട്ടെന്ന് തന്നെ ആളുകളെ ക്യാച്ച് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് കൊച്ചിയാണ് പിന്നെ LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിച്ചത്. മാക്സി വർദ്ധിച്ചു. LDF ആലുവയിലൊരു 51 വോട്ടിൻ്റെ കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ LDFനുണ്ട് കിട്ടിയ വോട്ടിൻ്റെ. അതായത് പിടിച്ചു നിർത്തി. ആയിരക്കണക്കിന് വോട്ടുകൾ എറണാകുളം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം LDFിൽ നിന്ന് ചോർച്ച സംഭവിച്ചപ്പോഴാണ് 21 ദിവസം കൊണ്ട് ഇത്രയും, അതും 6 തവണ മുഹമ്മദ് അലി ജയിച്ച സ്ഥലം, 3 തവണ അൻവർ സാദത്ത് ജയിച്ച ആ മണ്ഡലത്തിലാണ് നമുക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റും. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അൻവർ സാദത്തിന് നല്ല ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. SIR പോലുള്ള ഘടകങ്ങളായിരിക്കും. അൻവർ സാദത്തിന് ഈ തരംഗത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് 60,000 വോട്ട് ജയിക്കേണ്ടതാണ്. കാര്യം എന്താ, ഉമാ തോമസ് 59,000 വിട്ടു, ബാക്കിയുള്ളവരെല്ലാം ഷിയാസ്, P രാജീവ്, അതുപോലെ തന്നെ എല്ലാ മണ്ഡലം നോക്കിയാൽ അൻവർ സാദത്ത് ഒരു 60,000 വോട്ട് ജയിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ എൻ്റെ സ്ഥാനാർത്ഥി സഹായകരമായി എന്നാണ് അവിടുത്തെ പാർട്ടി കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പക്ഷെ പൊതുവെ ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു ജയിച്ചു വരാനുള്ള അരൂരിന്ന് മാറിപ്പോയതിൽ വിഷമമുണ്ടോ? കള്ളത്തരം പറയാൻ പാടില്ലല്ലോ. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയണം, പുറത്ത് പറയണം. പക്ഷെ നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ള നിലയിൽ നിന്ന് നോക്കിയാൽ അരൂരിൽ നിന്നാൽ നന്നായി ജയിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും. അരൂര് കൈവിട്ടു പോയതിൽ സങ്കടമില്ലേ? 3 തവണയാണ് ജയിപ്പിച്ചത്. തവണ ജയിപ്പിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഈ ഒരു തരംഗത്തിൽ ജയിച്ചു പോകേണ്ടതായിരുന്നു. അത് ഞാൻ ഇപ്പോൾ എന്താ പറയുക. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സാമുദായിക ധ്രുവീകരണങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ, ആലപ്പുഴ ജില്ലക്കാരനായതുകൊണ്ടും ആലപ്പുഴ MP ആയിരുന്ന ആളായതുകൊണ്ടും അരൂരത്തെ MLA 3 വട്ടം ആയിരുന്നുകൊണ്ടും ഒക്കെ ചോദിക്കുകയാണ്. LDFന് വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു മാധ്യമം എന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്നും പോലും മനസ്സിലാക്കാതെ അദ്ദേഹം എന്നെ കുറെ ചെയ്ത് പറഞ്ഞു. അതായത് ഞാൻ ആലുവയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ LDFനോടുള്ള സമീപനമായിരിക്കും ഇത്രയും ഒരു ആലപ്പുഴയിൽ തകർച്ച വരാനുള്ള ഒരു കാര്യം. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. ഈ സാമുദായിക നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സാമുദായിക താല്പര്യം വെച്ചുകൊണ്ട് ഓരോന്നും പറയും, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. സമുദായ നേതാക്കന്മാരെല്ലാം അവർക്ക് അവരുടേതായ സാമുദായിക നിലപാടുകളുണ്ട്.
ആ നിലപാടുകളെ വെച്ചുകൊണ്ട് അവർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് യോജിക്കാവുന്നതും കാണും, വിയോജിക്കേണ്ടതുമായ കാര്യങ്ങൾ വരും. ആ സമയത്ത് നമ്മുടെ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട സമയത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തണം. തീർച്ചയായും യോജിപ്പ് രേഖപ്പെടുത്തേണ്ടതിന് യോജിപ്പും രേഖപ്പെടുത്താം. ഇത് സമയാസമയങ്ങളിൽ കൃത്യമായി നമ്മൾ ചെയ്തില്ലെങ്കിൽ അതുപയോഗിച്ച് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അത് നന്നായി ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്തായിരുന്നു? പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, അവിടെ ചോദിച്ചല്ലോ, അങ്ങ് കയറ്റുപോകും കാറിൽ, ഞാൻ കയറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനേക്കാൾ വലിയ കാഴ്ചകളാണല്ലോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇന്നത്തെ ദിവസത്തെ ഇതിലെന്താ, പിന്നെ സാഷ്ടാംഗം പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്ന നമ്മുടെ മന്ത്രി കൊല്ലത്തെ ബിന്ദുകൃഷ്ണ, പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി സതീശനെ കാണാൻ പോയി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുകയാണ്. സതീശൻ കാണാൻ പോയതല്ല, അല്ല ഇങ്ങോട്ട് ഞാൻ പറയും, വെള്ളാപ്പള്ളി അങ്ങോട്ട് പോയി മകനെ അയച്ചതാണ് പൊതുവെയുള്ള ഒരു ഇത് ചിലപ്പോൾ ആയിരിക്കാം. അതിലൊന്നും തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണ്ടി വരും, അതിലൊന്നും തെറ്റ് ഞാൻ പറയുന്നില്ല. നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ചില മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ പാർട്ടി ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അവിടെയാണ് നമ്മൾ പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ടാണ് നമ്മളെ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കും. വെള്ളാപ്പള്ളി പറയുന്നതും കേട്ടുകൊണ്ടാണോ ജനം വോട്ട് ചെയ്യുന്നത്? വാസ്തവത്തിൽ അത് എടുത്ത് ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കണം. ഒരുപക്ഷെ വെള്ളാപ്പള്ളി താങ്കൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും നേരത്തെ എന്നെ അനുകൂലിച്ചിട്ടുണ്ട്, അവിടെ നിർത്തിയാൽ ജയിക്കില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞത് വെള്ളാപ്പള്ളിയാണ്. അതെ, ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് മുഴുവൻ പറയുന്നില്ല. 2019 ഞാൻ ജയിച്ചില്ലെങ്കിൽ തല മുട്ടയടിക്കും എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി. അപ്പോൾ അദ്ദേഹം എന്നെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രതികൂലിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞു, വ്യക്തിപരമല്ല വിഷയം. ഇവിടെ കേരളത്തിൻ്റെ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യ പോലെ BJPക്കും RSSനും അവിടുത്തെ പോലെ വേഗത്തിൽ ക്ലച്ച് പിടിക്കാത്തത്, വേര് പിടിക്കാത്തത്? എന്താ കാരണം? ഇവിടെ ഒരു മതേതര മനസ്സ് കിടപ്പുണ്ട് കേരളത്തിൽ. ആ മതേതര മനസ്സ് രൂപപ്പെടുത്തിയെടുത്തത് അവർണ സമുദായത്തിൽപ്പെട്ട നവോത്ഥാന നായകന്മാരായിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെ തന്നെ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. ചട്ടമ്പിസ്വാമികൾ കുറച്ചുകൂടി ഉയർന്ന സമുദായമാണ്. അതുപോലെ തന്നെ മണ്ണത്ത് പത്മനാഭൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഞാൻ അവരെല്ലാം സവർണാഭരണ വ്യത്യാസമില്ല, അവരെല്ലാം സാമൂഹ്യ നവോത്ഥാന നായകന്മാരായിരുന്നു. പക്ഷേ അതിൽ ഗുരുദേവനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയത്. അത് അവിടെയാണ് പ്രശ്നം. ആ ഗുരുദേവൻ ജാതിഭേദം, മതദ്വേഷം. അതെ, ഞാൻ അതിനെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് BDJS ഉണ്ടാക്കിയ സമയത്താണ് ഞാൻ എഴുതിയത്. അത് നമ്മളെ അന്ന് അത് ഉണ്ടാക്കാൻ പോകുന്ന അതവിടെയാണ്. ഞാനെങ്ങനെ മിണ്ടാപ്രാണിയായി 2015 താങ്കൾ എഴുതിയ കവിത. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ RSSന് മനസ്സിലായി. അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ് അവർ പഠിച്ചു നോക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ പിന്നെ അവർണ സമുദായം, ഇപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം ഗുരുദേവൻ്റെ സന്ദേശങ്ങളാണ്. അതാണ് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ആ സന്ദേശം കൂടി ഉപയോഗപ്പെടുത്തിയാണ് കമ്മ്യൂണിസത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. ഗുരുദേവൻ്റെ ആശയങ്ങൾ കൂടി മുൻനിർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈഴവ സമുദായത്തെ നേരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാക്കണം, മതേതര വിരുദ്ധമാക്കണം. ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പോലെ മുസ്ലിം ക്രൈസ്തവ വിരുദ്ധമായ രൂപത്തിലേക്ക് മാറ്റണം. എങ്കിൽ അതിനെ ചെയ്യേണ്ടത് ആദ്യം ഈ ഈഴവ സമുദായത്തെ നേരെ BJPയുമായും RSSുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചപ്പോൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും SNDP യോഗത്തിൻ്റെ ഭാരവാഹികളും അതിന് കൂട്ടുനിന്ന് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് BDJS ഉണ്ടായത്. ഭാരതീയ ധർമ്മ ജനസംഘടന, എന്തോ പേര്. ആ പേര് പ്രഖ്യാപിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്.
അദ്ദേഹത്തിന് പറയാൻ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത് അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു. ഞാൻ പറഞ്ഞ അന്ന് എൻ്റെ പ്രതിഷേധം ഞാൻ കലാകുമുദിയിൽ എഴുതിയതാണ് ആ കവിത. അങ്ങനെയാണ് ആ കവിത വന്നത്. അതായത് അതിൻ്റെ ആപത്ത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പാർട്ടി അത് കുറച്ചുകൂടി അതിൻ്റെ ആപത്ത് അക്കാലത്ത് പിന്നീട് തിരിച്ചറിഞ്ഞു. പക്ഷേ എങ്കിലും ഞാനത് ആദ്യമേ തന്നെ എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അതിനെതിരെ സങ്കടങ്ങൾ കവിതയായി വന്നത്. അന്ന് ഞാൻ കുറേ അധികം വിചാരണ ചെയ്യപ്പെട്ടു. എങ്കിൽ പോലും എനിക്കതിലൊന്നും വിഷമമില്ല. കാര്യം സത്യമായിട്ട് ഭവിച്ചു. അതിൻ്റെ ആപത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയോടൊപ്പം നിന്നിരുന്ന നല്ലൊരു വിഭാഗം ജനം നേരെ BJP-യിലേക്ക് പോയി. അതിൻ്റെ ഫലമായിട്ടാണ് 2024 അതാണ് ഒരിക്കലും പോകാൻ 2024 ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെടാൻ ഇടവന്നത് KC വേണുഗോപാലിന് വോട്ട് കൂടിയിട്ടല്ല. അതിനു മുമ്പ് 2019 മത്സരിച്ച ഷാനിമോളിനേക്കാൾ 31,000 വോട്ട് കുറവാണ് KC വേണുഗോപാലിന്. UDF-ൻ്റെ വോട്ടും LDF-ൻ്റെ വോട്ടും പിടിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. 1,00,000-ലധികം വോട്ട്. അതായത് സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല, അതിന് വേറെ കാരണം പറഞ്ഞു. ഞാൻ ആ കാരണം ഇപ്പോൾ പറയുന്നില്ല. സഹായിക്കാൻ പറ്റൂല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭയം പറഞ്ഞു. ഇത്രേ പറഞ്ഞു. ഞാൻ വേറെ എന്ത് കാരണത്താലാണ് അതിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കാൻ ഇടവരുമ്പോൾ അത് വെള്ളാപ്പള്ളി ആയാലും മറ്റ് സമുദായ നേതാക്കന്മാരായാലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിനെ എതിർക്കണം. എതിർത്ത് പറഞ്ഞാൽ പാർട്ടിക്ക് അതുകൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളിയല്ലേ സതീശനുമായി വെല്ലുവിളിച്ചത്, വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് സതീശൻ നന്നായി പ്രയോജനപ്പെടുത്തിയില്ലേ? മറ്റ് സമുദായ നേതാക്കന്മാരുടെ ഒന്നും തിണ്ണനിറങ്ങാൻ ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്കിടയിൽ നല്ലൊരു ഇത് ഉണ്ടാക്കി അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹം എന്താണെന്നുള്ള ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ പോട്ടെ. എങ്ങനെയായിരുന്നു 2019 ഒരു പ്രാവശ്യം MP ആയിട്ട് വന്നത്? അത് വളരെ എന്താ പറയുക, 20 സീറ്റിൽ 19 UDF നേടിയപ്പോൾ ഒരേ ഒരു MP ആയിരുന്നു കേരളത്തിന് ലഭിച്ചത്. അത് AM ആരിഫായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ ലോക്സഭയിലെ പ്രവർത്തനങ്ങൾ? എങ്ങനെയായിരുന്നു പാർലമെന്റിൽ? പൊതുവെ ആദ്യമായിട്ടായിരുന്നല്ലോ. സത്യം പറയാമെങ്കിൽ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിൽ ഒരു ഇംഗ്ലീഷ് വിരുദ്ധ മൈൻഡ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇംഗ്ലീഷ് എഴുതി പഠിപ്പിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് അത് ഏതാണ്ട് വരേണ്യവർഗത്തിൻ്റെ ആണ്. കാര്യം ഇംഗ്ലീഷ് നമ്മൾ സത്യം പറയാമെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു പോലും വായിക്കത്ത് പോലും ഇല്ലായിരുന്നു. നമ്മൾ പാർലമെന്റ് നമുക്ക് ആവശ്യമായി വരുന്നു എന്നുള്ളത് വരുന്നത് അവിടെ വന്നപ്പോഴും. നമ്മൾ സത്യം പറയാമെങ്കിൽ നല്ല മലയാളത്തിൽ നല്ല സ്ഫുടമായി ഭംഗിയായി നല്ല ഒഴുക്കോടുകൂടി നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ പോലും നമുക്ക് തുടക്കത്തിൽ നമുക്ക് പാളിച്ചേർ സംഭവിച്ചു. സത്യം പറയാമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇംഗ്ലീഷ് വഴങ്ങാത്ത പോലെ തോന്നി. പിന്നീടാണ് നമ്മൾ അത് ഒന്ന് മനസ്സിലാക്കി പഠിച്ച് 3 മിനിറ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. 300ഓളം കാര്യങ്ങൾ പറയണം. അപ്പോൾ ഏറിയ പങ്കും നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് 300 മിനിറ്റുള്ള സാധനം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് വേണം 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ. ആകെ 3 മിനിറ്റ്. അപ്പം അതെല്ലാം പറഞ്ഞ് അങ്ങനെ 113 ഒരാളെ ഉള്ളത് കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, തമിഴ്നാട്ടിൽ നിന്ന് 2 പേരെ. എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോൾ അവസരം എനിക്ക് തന്നു. കാര്യം മുതിർന്നൊരു സഖാവ് നടരാജ സഖാവ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. പുള്ളി അധികം പ്രസംഗിക്കത്തൊന്നുമില്ല, ഇഷ്ടമല്ല പുള്ളിക്ക് അധികം പ്രസംഗം. അതെല്ലാം പറയാം, ആരിഫ് സംസാരിച്ചോളാൻ പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് അവസരങ്ങൾ കിട്ടി. വെങ്കടേഷ് ഇംഗ്ലീഷിൽ പറയത്തില്ല, തമിഴിലേ പറയത്തുള്ളൂ. അപ്പോൾ വെങ്കടേഷും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ പറയണമെന്നുള്ളത് കൊണ്ട് ആ അവസരവും എനിക്ക് കിട്ടി. അങ്ങനെ വന്നപ്പോൾ 113 പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗങ്ങളിൽ പാർലമെൻറ്റിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സംഭവം. അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ കുറ്റാന്വേഷണ ഏജൻസി NIA അമിത അധികാരം നൽകുന്നൊരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. ആ സമയത്ത് ആ ബില്ലിൻ്റെ ആഘാതത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഘോരഘോരമായി പ്രസംഗിച്ചത് കോൺഗ്രസിൻ്റെ മെമ്പർമാർ, ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെല്ലാം ആഞ്ഞടിച്ചു. പ്രേമചന്ദ്രനൊക്കെ ഭയങ്കരമായി ഇത് ജനങ്ങളെ ബന്ദിയാക്കി വെക്കുന്ന നിയമമാണ്, ഇത് കൊടുക്കാൻ പാടില്ല, ഈ ഭേദഗതി അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സംസാരിച്ചു. പക്ഷേ ഞാനും സംസാരിച്ചു. ഞാൻ പറഞ്ഞത് അന്ന് ഒരു വാക്ക്, അതായത് ഭസ്മാസുരന് വരം കൊടുക്കുന്ന പോലെയാണ് എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് തപ്പി ഞാൻ ലോകം മുഴുവൻ കറങ്ങി. അവസാനമാണ് ഒരു കിട്ടിയത്. അതിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല ആർക്കും.
ഭസ്മാസുരന് വരം കിടക്കുക. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഈ ഗ്രീക്കിലെങ്ങാണ്ട് ഇതുപോലെ ഒരു പ്രയോഗം ഉണ്ടെന്ന് കണ്ടെത്തി അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ഇതേപോലെ AM റഹീമിന്റെ ട്രോള് പോലെ ആയില്ല. അതൊക്കെ ഞാൻ എനിക്ക് ഒരു ട്രോളേ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു. പിന്നെ റഹീമിനെ ട്രോൾ ചെയ്തപോലെ കിട്ടാതിരുന്നത് ഭാഗ്യമായി. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടില്ല. വന്നു ഒരു അതായത് നടരാജ സഖാവ് എഴുതിക്കൊണ്ടുവന്ന ഒരു വാക്ക് നോക്കി വായിക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളിയുടെ കൈയക്ഷരം പിടിക്കട്ടാതെ വന്നുകൊണ്ടാണ് എനിക്ക് തെറ്റിപ്പോയത്. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ കുറേ ട്രോളിന് വിധേയമായി, കളിയാക്കി കൊന്നു കളഞ്ഞ്. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇനി ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. പിന്നെ അവസാനം പഠിച്ചേ പോകത്തുള്ളൂ. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വോട്ടെടുപ്പ് വേണം എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഭേദഗതി അംഗീകരിക്കാൻ പാടില്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് ഭയങ്കര NIA ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. NIA ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്താൽ ഉത്തരേന്ത്യയിലും മറ്റും കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ്സാണ് എന്ന് പറയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഈ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കുറേ അംഗങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി തീരുമാനമായതുകൊണ്ട് വിപ്പായതുകൊണ്ട് അവർ വോട്ട് ചെയ്തു, അംഗീകരിച്ചു. അപ്പോഴേ ഞങ്ങൾ കുറച്ച് പേര് പറഞ്ഞു പറ്റത്തില്ല, വോട്ടെടുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വോട്ടെടുപ്പ് വേണം എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ പറഞ്ഞു പ്രധാന പാർട്ടികളെല്ലാം അനുകൂലിച്ച സ്ഥിതിക്ക് ഇനി വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല, എതിർപ്പുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ എഴുന്നേറ്റ് നിൽക്കാൻ 6 പേരേ ഉണ്ടായിരുന്നു. അതിലേക മലയാളി ഞാൻ. അപ്പോഴാണ് അമിത്ഷാ പറയുന്നത് ലോകം കാണട്ടെ ആരൊക്കെയാണ് തീവ്രവാദികൾക്കൊപ്പം, ആരൊക്കെയാണ് തീവ്രവാദികൾക്കെതിരെ ലോകം കാണട്ടെ എന്നപ്പോൾ അമിത്ഷാ അലറുക. ഞങ്ങൾ 6 പേരെ നോക്കി. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞ് അമിത്ഷായുടെ അലർച്ച കേട്ടാൽ ഒന്ന് പേടിച്ചു പോകും ആരും. ഈ ഷോലെ സിനിമയ്ക്കകത്ത് ഗബ്ബാർ സിംഗ് വരുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ വരവും പൂക്കും ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 2024 എത്തിയപ്പോൾ അമിത്ഷായുടെ മുമ്പിൽ മുട്ടുപറയ്ക്കാത്ത ആളാണ് KC വേണുഗോപാൽ, ഞാൻ മുട്ടുപറയ്ക്കുന്ന ആളാണ് ഇന്ന് ഞാൻ തന്നെ പറഞ്ഞു എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അലർച്ച കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മളൊരു മുസ്ലിം നാമധാരി പേരുകാരൻ, അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ രാജ്യവിരുദ്ധൻ, തീവ്രവാദികൾക്കൊപ്പം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമമുണ്ട്. ഇപ്പം ഇന്നത്തെ പത്രത്തിൽ തന്നെ കണ്ടില്ലേ, ഒരു പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടി അവനെ ചോദ്യപേപ്പർ ആവശ്യപ്പെട്ടപ്പോൾ വേറൊരു കുട്ടിയുടെ ചോദ്യപേപ്പർ കൊടുത്തു. അവനത് പരാതിയായി ഉന്നയിച്ചപ്പോൾ അവനെ വിളിച്ച പേര് പാകിസ്ഥാനിൽ നിന്നാണ്. പേരെന്തോ വേദാന്തു ശ്രീവാസ്തവ എന്ന അവൻ്റെ പേര്. അവനിങ്ങനെ പരാതിപ്പെട്ടിട്ട് പോലും അവനിട്ട പേര് പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ നമ്മളൊക്കെ കയറി അങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ പിറ്റേ ദിവസം ഒരു ചാനലിലെ അവതാരിക നന്നായി അതങ്ങോട്ട് ഒരേ ഒരു ആരിഫ് എന്നും പറഞ്ഞിരുന്നു. പിന്നെ കുറേ പ്രസിദ്ധീകരണങ്ങൾ എഴുതി 1000 കോഴി കരക്കാട എന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് പ്രകീർത്തിച്ചപ്പോഴാണ് എനിക്കൊരു നല്ല ആത്മവിശ്വാസവും ആത്മധൈര്യവും. അതെ, പുസ്തകം രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, ഞാൻ തരുന്നുണ്ട്, സുബിതയ്ക്ക് തരുന്നുണ്ട്. അതായത് വിവിധ കോൺടെസ്റ്റിൽ ഞാൻ എഴുതിയിട്ട് കുറേ ലേഖനങ്ങളുണ്ട്. പട്ടി മുതൽ പട്ടി വരെ എന്ന് മനോരമ പ്രസിദ്ധീകരിച്ചൊരു ലേഖനമുണ്ട്. അത് ഏറ്റവും ആളുകൾ വായിച്ചതാണ്. അത് കാരണം വെച്ചാൽ ഈ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ഒരു അപകടത്തിൽ മരിച്ചുപോയ ജവാൻ്റെ വീട്ടിൽ VS എന്ന മുഖ്യമന്ത്രി ആയിരിക്കും പോകാൻ വൈകി. അപ്പോൾ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ അത് വലിയ പരിഭവമായി പോയി. അദ്ദേഹം അതിനോട് എന്തോ ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തോ സംസാരിച്ചു. VS ഒന്നും വേണ്ടിയില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്പട എല്ലാം കൂടെ വളഞ്ഞു. എന്താണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ പറഞ്ഞത്? അപ്പോൾ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛനോട് പറയാൻ പറ്റതും കൂടെ ചേർത്ത് VS ഇങ്ങ് പറഞ്ഞു. VS പറഞ്ഞ് അത് ഞാൻ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വീടായിട്ടല്ലേ പോയത്, അല്ലെങ്കിൽ ഏത് പട്ടി പോകുമായിരുന്നു എന്ന് ചോദിച്ചു. പട്ടിപ്രയോഗം അങ്ങോട്ട് കത്തി 3 ദിവസം അതിനെക്കുറിച്ചുള്ള ചർച്ചയായി. അപ്പോൾ ഞാൻ എഴുതിയൊരു ലേഖനമാണ്, മനുഷ്യൻ ശരാശരി ഒരു ദിവസം 10-15 തവണയെങ്കിലും പട്ടിയെ കൂട്ടുപിടിച്ച് വർത്താനം പറയും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ, പട്ടിക്ക് പുതിയ പോലെ, പട്ടി ഓടുന്ന പട്ടിക്ക് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. ഏതെല്ലാം സന്ദർഭം. എന്നിട്ട് ഒരു വിവാദം വന്നപ്പോൾ നന്ദിയില്ലാത്ത മനുഷ്യൻ പട്ടി കൈവിട്ടു എന്ന് എഴുതി. ആ ലേഖനം പ്രസിദ്ധീകരിച്ച് വന്ന മനോരമ വായിച്ചിട്ട് VS പിറ്റേ ദിവസം എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചത് വഴക്ക് പറയാനായിരിക്കും വിളിച്ചെന്ന്.
PS എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തൻ്റെ ലേഖനം വളരെ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമായി. അതും പറയുന്നത് VS ആണ്. ഒന്നും കൂടി അപ്പോൾ അങ്ങനെ ആ സന്ദർഭത്തിൽ എഴുതിയ ലേഖനമാണ്. അപ്പോൾ ഇത് അങ്ങനെ എഴുതിയ ലേഖനങ്ങൾ, 2 കവിതകൾ കലാകുമുദി. ഇപ്പോൾ ഒന്ന് പ്രളയകാലത്ത് എഴുതിയ കവിതയാണ്. മനുഷ്യനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ എല്ലാ മനുഷ്യത്വവും നഷ്ടപ്പെട്ടു പോയത് നന്നായി പഠിപ്പിക്കാൻ പ്രളയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രയോ സ്വാർത്ഥനായ മനുഷ്യനെ സാമൂഹ്യ ബോധമുള്ളവനാക്കി മാറ്റിയെടുക്കാൻ പ്രളയം ഉപകരിച്ചു എന്നുള്ളതാണ്. പ്രളയം വന്നപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നായി, ജാതിയില്ല മതമില്ല. അപ്പം അങ്ങനെ ഉള്ള 2 കവിതകൾ കലാകുമുദി പ്രസിദ്ധീകരിച്ചതും പിന്നീട് വിവിധങ്ങളായ ലേഖനങ്ങളെല്ലാം കൂടി സമാഹരിച്ച് മാതൃഭൂമി ബുക്സ് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിയാണ് അതിന് അവതാരി എഴുതിയതും. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യാപകനെ സാനുമാഷം കൊടുത്ത് ബുക്ക് പ്രകാശനം ചെയ്തു. പാർലമെൻറ്റിലെ അനുഭവങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് 113 പ്രസംഗങ്ങളും അതിൻ്റെ മലയാളം പരിഭാഷയും ആ സമയത്ത് എഴുതിയ കുറേ ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കാത്തൊന്നുമില്ല. കലാകുമുദി, കേരളകൗമുദി, അതുപോലെ തന്നെ ദേശാഭിമാനി, മംഗളം, മാതൃഭൂമി ഒക്കെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളാണ്. 2 ബുക്കാണ്. DC ബുക്സാണ് രണ്ടാമത്തെ ഇറക്കിയത്. അത് സഖാവ് സീതാറാം യെച്ചൂരിയാണ് അതിന് അവതാരിക. 2015 ഒക്ടോബർ 15 ഉണ്ടാക്കിയപ്പോൾ ഇത് കവിതയാണ് ഞാനങ്ങനെ മിണ്ടാപ്രാണിയായിരുന്നു. അതിലെല്ലാ വരികളും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനത്തെ മാത്രമേ വായിക്കുന്നുള്ളൂ. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയെ ISISകാർ തട്ടിക്കൊണ്ടുപോയി. മുസ്ലിം വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാൻ ലക്ഷ്യം വേണ്ടിയില്ല. തനിക്ക് കിട്ടേണ്ട രാജാധികാരം തൻ്റെ അനുജൻ ഭരതന് സമർപ്പിച്ച് വനവാസത്തിന് പോയ ശ്രീരാമനെ സ്വയം സേവകർ തട്ടിക്കൊണ്ടുപോയി ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാൻ, ഹിന്ദു വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാൻ ലക്ഷ്യം വേണ്ടിയില്ല. അഹിംസയുടെ ആൾരൂപം, അങ്ങനെ ഓരോരുത്തരും അയ്യങ്കാളിയെ തട്ടിക്കൊണ്ടുപോയി ദളിത് വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാൻ ലക്ഷ്യം വേണ്ടിയില്ല. അങ്ങനെ ഓരോരോ ദൈവങ്ങളെയും മഹത് വ്യക്തികളെയും സ്വാർത്ഥമോഹക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. ആരുടെയും വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാനൊരക്ഷരം മിണ്ടിയതേയില്ല. അപ്പോഴെല്ലാം ഞാൻ കരുതി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നോദിയ ഗുരുദേവനുണ്ടല്ലോ രക്ഷിക്കാൻ. ഇപ്പോഴിതാ കാണുന്നു ഗുരുദേവനെയും തട്ടിക്കൊണ്ടുപോകുന്നു. പല മതസാരവും ഏകം എന്ന ഒരുമയുടെ നിർമ്മിതിക്കല്ല, നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിപ്പിക്കാൻ. ഈഴവ വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാനൊരക്ഷരം മിണ്ടുന്നേയില്ല. അങ്ങനെ മിണ്ടാതിരുന്നിരുന്ന് ഞാനൊരു മിണ്ടാപ്രാണിയായി മാറുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്കായി തട്ടിക്കൊണ്ടുപോയ ദൈവങ്ങളെയെല്ലാം വിശ്വാസികൾക്ക് ആരാധിക്കാനായി തിരികെ നൽകണമെന്ന് പറയാൻ ഞങ്ങൾ മിണ്ടാപ്രാണികൾക്കാവില്ലല്ലോ. തീർച്ചയായിട്ടും LDF അന്ന് പറഞ്ഞിരുന്നു ഇത് വേണ്ടിയിരുന്നില്ല, പക്ഷെ ആരൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നീട് അത് അപകടമായി വന്ന കാഴ്ച അദ്ദേഹം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വരികളാക്കി എന്ന് മാത്രം. ഓക്കെ, നമ്മൾക്കിനി കുടുംബപരമായി നോക്കാം. എങ്ങനെയാണ് കുടുംബമൊക്കെ? എങ്ങനെയാണ്? എനിക്കറിയാം വൈഫ് ഡോക്ടറാണ്, മികച്ച ഒരു ഹോമിയോ ഡോക്ടറാണ്. നല്ല നേരത്തെ ഹോംകോയിലെ സൂപ്രണ്ടായിരുന്നു. അവിടുന്ന് വോളണ്ടറി ആയിട്ട് ഇതെടുത്തു. ഇപ്പോൾ 3-4 ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ആയിട്ട് നല്ലൊരു ഹോമിയോ ക്ലിനിക്ക്, നല്ല റെപ്യൂട്ടഡായിട്ടുള്ള ക്ലിനിക്ക്. അതുകൊണ്ട് തന്നെ ആ നല്ല സ്ഥാപനത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകണം എന്ന് കണക്കാക്കി മോളെയും അവിടെ ഹോമിയോ കുടുംബം തന്നെ അവളും ഇപ്പോൾ ഹോമിയോ ഡോക്ടറായിട്ട് വന്നു. അവിടെ കല്യാണമാണ് അടുത്ത ദിവസം. മോൻ UK പഠിക്കാൻ പോയി, അവിടെ ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആയി. അവനും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ MP അല്ല, വാലുകളൊക്കെ നഷ്ടപ്പെട്ടു, MP അല്ല, MLA അല്ല, കുറേ വർഷങ്ങളായി സാമൂഹ്യ പ്രവർത്തനം എല്ലാം ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്വസ്ഥതമായിട്ടിരുന്ന് പുസ്തകമൊക്കെ എഴുതാനുള്ളൊരു സമയവും ഒരു ചെറിയൊരു ആശ്വാസമായിട്ടൊരു എഴുത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ്? അല്ലല്ലേ, എഴുത്തിലേക്ക് നീങ്ങുന്ന പറയുമ്പോൾ നമ്മളെപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ 9ാം വാർഡിൽ സനീഷിൻ്റെ കൗൺസിലർ മെറിറ്റ് അവാർഡ് അത് ഉദ്ഘാടനം ചെയ്തിട്ടാണ് നേരെ വേഗത്തിൽ വെച്ച് പിടിച്ച് ആ കലവൂരി എന്ന് P. കൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റിൻ്റെ അഡ്വക്കേറ്റ് റിയാസിൻ്റെ പരിപാടി. അങ്ങനെ എല്ലാ ദിവസവും ഓരോരോ പരിപാടി എൻഗേജ്ഡാണ്. പിന്നെ കിട്ടുന്ന സമയത്ത് യാത്രാവേളകളിൽ ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് കൂടുതൽ എഴുതുന്നത്. ട്രെയിനിലിരിക്കുമ്പോഴും നമുക്ക് എഴുതാമല്ലോ. യാത്രയെല്ലാം ഞാൻ മിക്കവാറും ട്രെയിനിലോ അങ്ങനെയൊക്കെയുള്ള പബ്ലിക്
യൂട്ടിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഴുതാൻ കിട്ടുന്ന സമയമൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത ഒരു ചിന്ത എങ്ങനെയാണ് അടുത്ത ഊഴം? ഇപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ പ്രാവശ്യം മാറ്റിയാണല്ലോ വരിക. LDF വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് UDF വരുന്നു. അങ്ങനെ ഒരു അടുത്ത പ്രാവശ്യം രണ്ടാം ഊഴമായിട്ട് UDF വരില്ല, LDF തന്നെ വരും, അങ്ങനെയാണോ ഉറച്ചു വിശ്വസിക്കുന്നത്? 100% ഉറപ്പാണ്. കാര്യം 102% ഉറപ്പാണ്. UDF കാലാവധി തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ മുൻകാല അനുഭവമാണ്. ടീം UDF എന്നൊക്കെ അഭിമാന പുരസ്സരം പറഞ്ഞെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായ KK കരുണാകരൻ കാലാവധി പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. AK ആന്റണി ചാർട്ടർ ഫ്ലൈറ്റിൽ വന്ന് എടുത്തു. ആ AK ആന്റണി കാലാവധി പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല, ഉമ്മൻചാണ്ടി എടുത്തു. ആ ഉമ്മൻചാണ്ടിക്ക് എല്ലാ വകുപ്പുമായി ഭരിക്കാൻ സമ്മതിച്ചില്ല. രമേശ് ചെന്നിത്തല ഇടയ്ക്ക് വെച്ച് എൻട്രിയായി. അദ്ദേഹം ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കിയില്ല, രമേശ് ചെന്നിത്തലയാക്കി. തിരിച്ചു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അതെ, രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ പ്രതിപക്ഷ നേതാവായി കാലാവധി പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേ VD സതീശൻ കയറി വന്നു. അപ്പോൾ ഈ ടീം UDF എന്നൊക്കെ നമ്മളോട് പറയുന്നെങ്കിലും ഒരിക്കലും ടീം UDF അതിന് നിൽക്കാൻ പറ്റില്ല. ഇൻഹറൻ്റായി അന്തർലീനമായി അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ പ്രധാനമന്ത്രിയെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയൊക്കെ ഒറ്റയ്ക്ക് പോയി സതീശൻ കണ്ടതും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള അസംതൃപ്തി ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മാസത്തിനകമാണെങ്കിൽ ഒരു വർഷത്തിനകം എന്താകും എന്നുള്ളതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാകും, വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഞങ്ങളുടെ ആളാണ് മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നതെന്നൊക്കെയാണ് സതീശനെക്കുറിച്ച് K. സുരേന്ദ്രൻ പറഞ്ഞത്. പാർട്ടി തെറ്റിദ്ധരുത്തേണ്ടത് ആവശ്യമല്ലേ? ഇനിയും മാറ്റങ്ങൾ വരണ്ടേ? താഴെ തട്ടിൽ നിന്ന് അണികൾക്ക് തന്നെ അത് അണികളിൽ നടക്കുന്ന ചർച്ച അതാണ്. പാർട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും ഉണ്ടെന്ന് തന്നെയാണ് പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നുള്ള നിഗമനത്തിലൊന്നും പാർട്ടി എത്തിച്ചേർന്നിട്ടില്ല. പാർട്ടി അണികളിൽ നിന്ന് പഠിക്കും, ജനങ്ങളിൽ നിന്ന് പഠിക്കും, മെമ്പർമാരിൽ നിന്ന് പഠിക്കും, പഠിച്ച് തിരുത്തി മുന്നോട്ട് വരും. ഇതോടുകൂടി ഒരു തോൽവിയിൽ നിന്ന് അങ്ങനെ 1977 തന്നെ പാർട്ടി അവസാനിക്കേണ്ടതായിരുന്നു. അവിടെ നിന്നല്ലേ കയറി പോകുന്നത്. തീർച്ചയായും ഇനിയൊരു അടുത്ത തവണ LDF ശക്തമായി തിരിച്ചു വരും. അണികൾക്കിടയിൽ തന്നെ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവർ പറയുന്നത് എന്തെന്ന് കേട്ട് പാർട്ടി അത് കേൾക്കും, അതിനുള്ള മാറ്റങ്ങൾ വരുത്തും, തിരുത്തും. അത് ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെയാണ് നേതാക്കൾക്കും പറയാനുള്ളത്. പാർട്ടി ശക്തമായി തിരിച്ചു വരും എന്നതിന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അടുത്ത തവണ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.